ഇപ്പൊ അടുത്തടുത്ത് ഇറങ്ങുന്ന മദ്ഹ് ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ വലിയ ബേജാറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ആരാണ്? സാധാരണ സ്ത്രീകളാണോ അവർ? ഖുർആൻ തന്നെ അവർക്ക് ബഹുമാനം കൽപ്പിച്ചിട്ടല്ലേ പറയണത്? അവരെ ബുദ്ധിമുട്ടിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെയാണെന്നല്ലേ നമുക്ക് പാഠങ്ങൾ പഠിപ്പിച്ചെന്നത്? ഖദീജ ബീവിയും നബി തങ്ങളും തമ്മിലുള്ള കല്യാണത്തെ കുറിച്ച് പറയുന്ന പാട്ടിൽ എന്തെല്ലാം ഖദീജ ബീവിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം ഈ ചെക്കന്മാര്. മദ്ഹ് ഗാനം എഴുതാൻ ആരെങ്കിലൊക്കെ റെഡിയാകുമ്പോ നന്നായിട്ട് മതം പഠിക്കാതെ ഒരു മദ്ഹ് ഗാനം എഴുതാൻ നിൽക്കരുത്. ആയിഷ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിലുള്ള വിവാഹം മദ്ഹായിട്ടാണ് നീ എഴുതുമെങ്കിൽ അത് മദ്ഹാവണം. ഈ പെണ്ണിനെ പുകഴ്ത്തുന്ന പാട്ടുകളുണ്ടല്ലോ, വേറെന്തെങ്കിലും അർത്ഥത്തിൽ കേൾക്കുമ്പോൾ ഒരു രസക്കുറവ് ഫീൽ ചെയ്യുന്നത് ഒരു നിലക്കും നമ്മൾ ഇന്ന് സംഭവിച്ചു പോകരുത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഞാൻ ജീവിച്ചിനെങ്കിൽ സ്വഹാബിയാവുന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടാവും ചില പാട്ടൊക്കെ കേൾക്കുമ്പോൾ. ഷെഹറാനി ഇമാം പറയുന്നുണ്ട് ചിലപ്പോൾ മിക്കവാറും ഉത്തുബത്ത ഷൈബത്താറ്റാവാൻ സാധ്യത ഉണ്ട്. നീ എപ്പോഴും വിചാരിക്കേണ്ടത് എന്താണെന്നറിയോ? ഞാൻ ഈ കാലത്ത് ജീവിക്കുകയും ആ കാലത്ത് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ എനിക്ക് അല്ലാഹ് ഈമാൻ തന്നല്ലോ എന്നാണ് നീ വിശ്വസിക്കേണ്ടത്. അതിലാണ് നീ അല്ലാഹുവിനെ സ്തുതിക്കേണ്ടത്. കാരണം സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ പലരുടെയും പാട്ട് കേൾക്കുമ്പോൾ തോന്നും സ്വഹാബത്ത് ആ കാലത്ത് ജീവിച്ചുകൊണ്ട് സ്വഹാബിയായി. നമ്മളൊക്കെ ആ കാലത്തുണ്ടെങ്കിൽ ഇതാ സിദ്ദീഖ് റളിയല്ലാഹു, ഉമർ റളിയല്ലാഹു, ഉസ്മാൻ റളിയല്ലാഹു, നമ്മളൊക്കെ സ്വഹാബിമാരാകും എന്നൊരു ലിബറൽ ചിന്ത നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ചക്ക വീണത് കൊണ്ടും അയൽ കിട്ടിയതാണ് അല്ല, അത് സ്വഹാബത്തിനെ ചെറുതാക്കുന്ന പരിപാടിയാണ്. സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ ആരാണ് ഈ സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ? ലോകത്തെ എല്ലാ ആൾക്കാരുടെയും ഹൃദയങ്ങൾ വളരെ സൂക്ഷ്മമായി അള്ളാഹു നിരീക്ഷിച്ച് ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫോളോവേഴ്സായി, കമ്പാനിയൻസായി, സ്വഹാബത്തായി അള്ളാഹു കൊടുത്തതാണ്. അവരുടെ ഖുവ്വത്തുൽ ഈമാൻ കൊണ്ടാണ് അവർ സ്വഹാബിമാരാവുന്നത്. താബീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഖുവ്വത്തുൽ അമൽ കൊണ്ടാണ് അവർ താബീങ്ങളാവുന്നത്. നമ്മളെങ്ങനെയാ അതാവുക? ഞാൻ ആ കാലത്ത് ജീവിച്ചെങ്കിൽ എന്നൊരു മഹബത്തിന്റെ ആംഗിളിൽ നിന്നുള്ള ചില വർത്തമാനങ്ങൾ ഇബാറത്തും കിതാബും കാണാത്തത് കൊണ്ടല്ല ഞാൻ പറയണത്. ലിബറൽ വൽക്കരിക്കരുത്, നിസ്സാരവൽക്കരിക്കരുത്. വിശദ പഠനത്തിന് മഹാനായ ഇമാം ഷാറാനി റഹ്മഹുള്ളയുടെ അൽ മൻഹജുൽ മുത്തഹർ എന്ന കിതാബ് നോക്കിയാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാം ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്, അതാണ് ഈമാനിന്റെ റൂഹ്. അതില്ലാതെ ഒരു മനുഷ്യനും ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റൂല. ഒരാളുടെ സ്വർഗപ്രവേശനം അയാളുടെ മഹബ്ബത്തിന്റെ കണക്കനുസരിച്ചിട്ടാണ്. ഒരാളുടെ സ്വർഗത്തിലെ സ്ഥാനമാനങ്ങൾ അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എത്ര മഹബ്ബത്തുണ്ട് എന്ന് നോക്കിയിട്ടാണ്. ഒരാൾക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുന്നതും ലിഅന്ന ഖദറ മഹബ്ബത്തുല്ലാഹി തആല അലൽ അബ്ദി അലാ ഖദരി മഹബ്ബത്തി നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്തിന്റെ കണക്കനുസരിച്ചിട്ടാണ്. ഇബ്നു അജീബ് തങ്ങൾ ബൂസൂരി ഇമാമിന്റെ ഹംസിയൊക്കെ എഴുതിയ വ്യാഖ്യാനത്തിൽ അത് കാണാം. എല്ലാത്തിന്റെയും മാനദണ്ഡം മഹബ്ബത്താണ്. അപ്പൊ ഒരാൾക്ക് ആഖിറത്തിൽ വിജയിക്കാൻ, സ്വർഗപ്രവേശനം ലഭിക്കാൻ, സ്വർഗത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കാൻ, അള്ളാഹുവിന്റെ ഇഷ്ടം വലിയ തോതിൽ ലഭിക്കാൻ, ഇതിനെല്ലാം വേണ്ടത്, അടിസ്ഥാനപരമായി വേണ്ടത് മഹബ്ബത്താണ്. ഈ മഹബ്ബത്ത് ഖൽബ് കൊണ്ടുള്ള ഇബാദത്താണ്. അത് അള്ളാഹുവിനാണ് അറിയാം അയാൾക്ക് മഹബ്ബത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത്. തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് മഹബ്ബത്ത് കുറയുമോ അല്ല അവിടെ തന്നെ ഉണ്ടാകുമോ? പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച കാണാം. ഇമാം ഖുർത്തുബി റഹ്മഹുല്ല പറയുന്നത് ഫത്ഹുൽ ബാരിയിൽ കാണാം, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് മഹബ്ബത്ത് ഇങ്ങനെ കുറഞ്ഞു പോകും. അവസാനം കുറെ തെറ്റുകുറ്റങ്ങൾ അയാൾ ചെയ്യുമ്പോൾ അയാളുടെ ഹൃദയത്തിൽ ബാക്കിയുള്ള അവസാന കണിക പോലും ഇല്ലാതായി വരണ്ടുപോയ ഖൽബായി മാറും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത് നമ്മൾ എപ്പോഴും പേടിക്കേണ്ടതാണ്. ഈ മഹബ്ബത്തിന്റെ മാനദണ്ഡം എന്താണ്?
അതാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞത്. തഖല്ലുക്ക് ഉണ്ടാവാൻ കസറത്തു സ്വലാത്ത് ഉണ്ടാവണം. ധാരാളം സ്വലാത്ത് ചെല്ലുമ്പോൾ അയാൾക്ക് തോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കണം ഫോളോ ചെയ്യണം എന്ന് തോന്നും. ഏതിലാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? എല്ലാത്തിലും ഫോളോ ചെയ്യണം. വെറും ഒരു സുന്നത്ത് നിസ്കാരം മാത്രം നിർവഹിച്ചാൽ തഖല്ലുക്കാവോ, ഫോളോ അപ്പ് ആവോ? ഇല്ല. ഫീ ഹാലിഹി വഫആലിഹി വമഖാലിഹി ഫതതബ്ബഅൻ വതാബിഅൻ ലാ തഅവിലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് നടന്നത്, എങ്ങനെയാണ് ഭാര്യമാരോട് പെരുമാറിയത്, എങ്ങനെയാണ് കിടന്നത്, എങ്ങനെയാണ് ഇരുന്നത്, എങ്ങനെയാണ് അവിടുന്ന് പള്ളിയിൽ പെരുമാറിയത്, വീട്ടിൽ പെരുമാറിയത്, കൂട്ടുകാരോടെങ്ങനെ, നാട്ടുകാരോടെങ്ങനെ, കുട്ടികളോടെങ്ങനെ, ഇങ്ങനെ എല്ലാവരോടും തങ്ങൾ എങ്ങനെയാണ് പെരുമാറിയത്, മുആമലത്ത് എങ്ങനെയാണ്, അത് നമ്മൾ പഠിക്കുക. അവിടുന്ന് എങ്ങനെയാണ് ഓരോ സാധനവും ഉപയോഗിച്ചത്, അതും നമ്മൾ പഠിക്കുക. അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക. പൂർണ്ണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ജീവിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അതാണ് മഹാന്മാര് പറഞ്ഞത്, നിന്റെ കഴിവിന്റെ പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 സ്വഭാവങ്ങൾ ഞാനിവിടെ പറയാം. 10 സ്വഭാവങ്ങൾ ഇവിടെ പറയാൻ പോകും. ആ 10 എണ്ണത്തിലും നമ്മുടെ ജീവിതം ഇങ്ങനെ നമ്മളെ കുറിച്ച് ആലോചിക്കണം. ഈ 10 കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറയുമ്പോൾ നമ്മളെങ്ങനെയാണ് ഈ വിഷയത്തിൽ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കണം. 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം തർക്കുൽ ഫുളൂൽ എന്നുള്ളതാണ്. ഒരൊറ്റ അനാവശ്യ കാര്യങ്ങൾ തങ്ങൾ ചെയ്യൂല. അതാണ് തങ്ങളുടെ ഒന്നാമത്തെ സ്വഭാവം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅ്നീഹി. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് ഒരാൾ ഇസ്ലാമിലെ നല്ല മനുഷ്യൻ എന്ന് പറയാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവിടത്തേക്ക് പോവുക, നടക്കുക, അവിടെ ഇരിക്കണോ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. എല്ലാ ഗൾഫിൽ നിന്ന് വരുമ്പോഴും നട്സ് കൊണ്ടുവരുത്ത് യാതൊരു നിർബന്ധവുമില്ല. ഉണ്ടെങ്കിൽ കൊണ്ടുവരിക, ഇല്ലെങ്കിൽ വേണ്ട. ഉഖ്റവിയോ ദുനിയവിയോ ബെനിഫിറ്റ് ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. ആവശ്യമുള്ളത് മാത്രം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പഠിക്കുക. ഈ അടുത്തൊരു ചെറുപ്പക്കാരനെ ഞാൻ പരിചയപ്പെട്ടു. ഒരു പരിപാടിക്ക് പോകുമ്പോൾ ട്രെയിൻ ഇറങ്ങി പരിപാടിയുടെ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകാനാണ് മൂപ്പര് വന്നേക്കുന്നത്. അദ്ദേഹം കുറഞ്ഞ കൊല്ലേ ഗൾഫിൽ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹം ഗൾഫ് നിർത്തി. എന്നെക്കാൾ എത്രയോ പ്രായം കുറവാ. ഗൾഫ് നിർത്തി. എത്ര? ഞാൻ ചോദിച്ചെന്തേ? ഉസ്താദേ, ഒരു വീടും സ്ഥലമൊക്കെ ആവാൻ വേണ്ടിയാണ് ഞാൻ പോയത്, അതായിട്ടുണ്ട്. എത്ര കൊല്ലം ഞങ്ങൾ ഗൾഫിൽ നിന്നത്? ഗൾഫിൽ നിന്നത് വളരെ കുറഞ്ഞ കൊല്ലം. എത്ര കൊല്ലം ഏകദേശം നിന്നിട്ടുണ്ടാവും? ഒരു 5 കൊല്ലം. 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ വീടും സ്ഥലമൊക്കെ ആയി. എങ്ങനെ? ഒരു 400 ദിർഹംസിൽ UAE-കാരനാണ്. താഴെ മാത്രമേ ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ പർച്ചേസ് ചെയ്യുള്ളൂ. 400 ദിർഹംസിൽ കുറവ്. അത്ര ആവശ്യമുള്ളൂ ഉസ്താദ്. വെറുതെ ഇങ്ങനെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, അത് വെറുതെ തോന്നണം. മിനിഞ്ഞാന്ന് എൻ്റെ ജ്യേഷ്ഠൻ വന്നിട്ടുണ്ടാവും, അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടാവും. പിന്നെ ഞാൻ വെറുതെ കൊണ്ടുപോകണമെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. പിന്നെ വളരെ വേഗത്തിൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാനൊന്നുമില്ല, ബെഡ്റൂമിൽ ഉറങ്ങലാണ്. അത് ഇവിടെ തന്നെ ഉറങ്ങിയാൽ മതിയല്ലോ. ഏതെങ്കിലും അഹമ്മദാബാദോ മുംബൈയോ ചെന്നൈയോ ടച്ച് ഫ്ലൈറ്റ് ഒക്കെ ആകുമ്പോൾ ഒരു 10,000 12,000 ഒക്കെ നേരെ കുറവുണ്ടാവും. അങ്ങനെ ടച്ച് ഫ്ലൈറ്റാണ് ഞാൻ മിക്കവാറും വരിക. 5 പൈസ ഞാൻ ജീവിതത്തിൽ അനാവശ്യത്തിന് ചെലവഴിച്ചിട്ടില്ല ഉസ്താദേ. ഈ വർത്താനം എൻ്റെ ഈ യാത്രക്കിടയിൽ ഇയാൾ പറയുന്ന കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ച്, എത്ര നമ്മളൊക്കെ ജീവിതത്തിൽ ഷെയ്പ്പ് ചെയ്യാനുണ്ട്. ഈ വർത്താനം എന്തുമാത്രം ഒരു നല്ല ഉപദേശമുള്ള വർത്താനം. കണ്ടോ എന്താ വർത്താനം? അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആവശ്യമുള്ളത് മാത്രം നമ്മൾ ചെയ്യുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പേരുണ്ട്. ഒരു പേരല്ല, ആയിരക്കണക്കിന് പേരുണ്ട്. ഇവിടെ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്. എന്താണെന്നറിയോ? തങ്ങളുടെ ഒരു പേരാണ് ദിക്റുല്ലാഹ്. അത് അവിടുത്തെ പേരാ. അത് സൂചിപ്പിച്ചിട്ട് ആ ഖുർആനിൽ ഉണ്ടല്ലോ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്റുല്ലാഹയായ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്താൽ തത്മഇന്നുൽ ഖുലൂബ്, അയാളുടെ ഖൽബിന് വലിയ സമാധാനം ഉണ്ടാവും. എപ്പോഴും മൗലിദ ഇല്ലെന്ന, സ്വലാത്ത് ഇല്ലെന്ന വീട്ടിൽ വലിയ ബർക്കത്തായിരിക്കും. ആ വീട്ടുകാർക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ഇന്ന ബൈതൻ ഇന്ന ഖൽബൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുദി. യാശയം ഖാളി ഇയാദ് റഹ്മഹുള്ളയുടെ അശ്ശിഫ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൽ കാണാം. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദിക്റുല്ലാഹ് എന്ന പേര് വന്നത്? അതിന്റെ കാരണം എന്താ? എന്താണ് അതിന്റെ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിക്റ് ഇല്ലാത്തൊരു സമയം ഉണ്ടായിട്ടില്ല അവിടുത്തെ ജീവിതത്തിൽ. അതാണ് അതിന്റെ കാരണം. തങ്ങൾക്ക് പേരെന്നെ ദിക്റുല്ലാഹ്. അള്ളാഹുവിനെ ഓർമ്മിക്കാത്തൊരു നിമിഷവും, ദിക്റ് ചൊല്ലാത്തൊരു നിമിഷവും അവിടുത്തെ ലൈഫിൽ ഇല്ലേ ഇല്ല. ഉറങ്ങിയാലും കണ്ണു മാത്രമേ ഉറങ്ങുള്ളൂ. ലാ തുൻകിരിൽ വഹ്യ മിൻ റുഅ്യഹു ഇന്ന ലഹു ഖൽബൻ. ഖൽബൻ, ഖൽബ് ഉറങ്ങൂല. ഇദാ നാമത്തിൽ ഐനാനി, കണ്ണുറങ്ങിയാലും ഖൽബ് ഉറങ്ങൂല. കണ്ടോ അല്ലാഹുവായിട്ടുള്ള ബന്ധം? ഒരൊറ്റ സെക്കൻഡും ജീവിതത്തിൽ വെറുതെ കളഞ്ഞിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഓവർ സംസാരിക്കുന്ന ആളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുക്കുന്നത്. അങ്ങനെ തന്നെ ഹദീസിൽ കാണാം. ഒന്നും ആവശ്യമില്ലാതെ സംസാരിക്കരുത്, ആവശ്യമില്ലാത്തടത്തേക്ക് നോക്കരുത്, ഹറാമ് കാണരുത് എന്നല്ല പറയണത്. ഹലാല് തന്നെ ആവശ്യമില്ലെങ്കിൽ നോക്കണ്ടെന്ന്. എന്തിന്? അതുകൊണ്ടല്ലേ വലിയ വീടുകൾ കൂടുതൽ നോക്കിയാൽ നമ്മുടെ സ്വന്തം വീട്ടിൽ ഖനാഅത്ത് ഉണ്ടാവില്ല എന്നാ. നമുക്ക് നമ്മുടെ സ്വന്തം വീടിനോട് ഒരു സംതൃപ്തി ഉണ്ടാവില്ല. നമ്മളെ വീട് എപ്പോഴും സൗകര്യക്കുറവായിരിക്കും. വലിയ വീടുകൾ അധികം നോക്കരുത് എന്ന് സൂഫിയാക്കൾ എഴുതി വെക്കാനുള്ള കാരണം. അതുകൊണ്ടാണ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മഹുല്ലാ ദിക്കയിൽ പറഞ്ഞത്, ആവശ്യമില്ലാത്ത കാര്യം ചെയ്താൽ ആവശ്യമുള്ള കാര്യം ചെയ്യാൻ നിന്റെ തൗഫീഖ് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഉദാഹരണത്തിന് ആവശ്യമില്ലാതെ സംസാരിക്കുന്ന ഒരാളാണ്, ടോക്കറ്റീവാണ് അയാൾ, എങ്കിൽ ആവശ്യമുള്ളത് സംസാരിക്കാനുള്ള തൗഫീഖ് അയാൾക്ക് ഉണ്ടാവില്ല. ഉദാഹരണം പറഞ്ഞാൽ അയാൾക്ക് ഇബാദത്ത് ചെയ്യാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. എങ്ങനെ ഖുർആൻ ഓതാൻ കഴിയുന്നില്ല ഉസ്താദ്, ഉറക്കം വരുന്നു. ഹദ്ദാദ് ഉറക്കം വരുന്നു. നിസ്കാരപ്പായിൽ ഇരുന്നാൽ ഉറക്കം വരുന്നു. എന്തുകൊണ്ടാ ഇത്? മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ എന്തെങ്കിലും ആവശ്യമില്ലാത്തത് സംസാരിച്ചിട്ടുണ്ടാവും. അതാണ് അതിന്റെ കാരണം. ചിലപ്പോൾ മരണസമയത്ത് ദിക്ർ ചൊല്ലാനുള്ള ചാൻസ് ആയിരിക്കും നഷ്ടപ്പെടുക. കണ്ടോ? ആവശ്യമില്ലാത്തൊന്നും ഉണ്ടായിരുന്നു. നല്ല മഴ അല്ലേ? ഇന്നലെ ഇതേ സമയത്ത് മഴയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താ ഇപ്പൊ ഉപകാരം ഉണ്ടായത്? കേട്ട ആൾക്ക് എന്ത് ഉപകാരം, നമുക്കെന്ത് ഉപകാരം? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, എത്ര വയസ്സായി? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, എനിക്ക് എത്ര വയസ്സായി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? എന്താ കാര്യം? എന്താ കാര്യം? ആവശ്യമില്ലാത്ത എന്ത് കാര്യം നമ്മൾ ചെയ്തോ ആ കാര്യം ഏത് അവയവം കൊണ്ടാണോ ചെയ്യുന്നത് ആ അവയവത്തിന് നല്ല കാര്യം ചെയ്യാനുള്ള തൗഫീക്ക് ഇങ്ങനെ കുറഞ്ഞു വരും. ആവശ്യമില്ലാത്ത എന്തോ ഒന്ന് കേട്ടു, ആവശ്യമുള്ള വയല് കേൾക്കാനുള്ള ഉപകാരമുള്ള വയല്, അല്ലെങ്കിൽ കേട്ട വയല് തന്നെ ഉപകരിക്കണം. അതാണല്ലോ ലൈസൽ ഇൽമു മാ ഹുഫിള, കുറെ മനപ്പാടാക്കലല്ലോ ഇൽമ്. വഇന്നൽ ഇൽമു മാ നഫഅ, ഉപകാരം ഉണ്ടാകണ്ടേ വയല്. അത് ഉപകരിക്കണമെങ്കിൽ ഈ ചെവി കൊണ്ട് മ്യൂസിക് കേൾക്കരുത്, ഗീബത്ത് കേൾക്കരുത്. പണ്ടൊക്കെ ഉസ്താദെ വയലൊക്കെ കേൾക്കുമ്പോൾ ഒരു കരച്ചിലൊക്കെ വരുന്നു. ഇപ്പൊ ഒരു നല്ല വയലൊന്നുമില്ലല്ലേ? വയലിന്റെ പ്രശ്നമല്ല അത്, ശരിക്കും നമ്മുടെ പ്രശ്നമാണ്. അതാണ് അതിന്റെ കാരണം. മഹാനായ ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, മാ ദവാഉ മൻ യതസാക്കലു അനിൽ ഖൈറാത്ത് വയമീലു ഇല ശഹവാത്ത് മാ ഹുബ്ബിഹി ലിൽ ഖൈരി വാഹിലി വബുഅലിഹി ലിശ്ശരി വാഹിലി എന്ന് പറഞ്ഞാൽ അൽക്കോഫ് ഓതുമ്പോൾ ഉറക്കം വരുന്നു, വാട്സപ്പ് നോക്കുമ്പോൾ ഉറക്കം വരുന്നില്ല. എന്താ കാരണം എന്നാ എന്റെ ചോദ്യത്തിന്റെ താല്പര്യം, ചോദ്യത്തിന്റെ വൽഹാസിൽ അതാ.
എന്താ അതിന് മറുപടി പറയണത്? ആവശ്യമില്ലാത്ത എന്തേലും സംഭവിച്ചിട്ടുണ്ടാവും. അതാണ് ആവശ്യമില്ലാത്തൊന്നും കേൾക്കരുത്. ഒരാൾ മരണപ്പെടുന്ന സമയത്ത് മലക്കൾ ഇങ്ങനെ ഓരോ അവയവങ്ങളും സ്കാൻ ചെയ്യും. അത്ര ഏതെങ്കിലും ഒരു അവയവം കൊണ്ട് ഹറാമുകൾ ഉള്ള അവയവാണോ അല്ലയോ എന്നിങ്ങനെ സ്കാൻ ചെയ്യും. അല്ലോ, നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണേ റഹ്മാനെ. എന്നിട്ട് നല്ല ആൾക്ക് മരിക്കണ്ടേ കൂട്ടുകാരെ? ആവശ്യമില്ലാത്തൊക്കെ ഒഴിവാക്കുക. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മൾ ഉണ്ടാവണമെന്നൊന്നുമില്ല. പഴയ SLC ബാച്ച് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പ്, എന്തിനാ നമ്മൾ ഈ വേണ്ടാത്ത ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാവണത്? ആവശ്യമില്ലാത്തത് കണ്ടാൽ ആവശ്യമുള്ളത് കാണാനുള്ള തൗഫീക്ക്. ഭാര്യ ഒരു രസം ഉണ്ടാവില്ല. അന്യ പെണ്ണിനെ കണ്ട് രസിക്കുന്നക്ക് സ്വന്തം ഭാര്യ സുന്ദരിയായിട്ട് ഒരിക്കലും തോന്നില്ല. ഇതങ്ങനെയാ, അതിൻ്റെ ഒരു പ്രശ്നം. ആവശ്യമില്ലാത്തത് ചിന്തിച്ചാൽ ആവശ്യമുള്ളത് ആലോചിക്കാനുള്ള ശേഷി നമുക്ക് കുറയും. ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഞാൻ ഒരു അന്യവണ്ണിനെ ഇതുവരെ കണ്ടിട്ടില്ല, നോക്കിയിട്ടില്ല, ചിന്തിച്ചിട്ടില്ല, സ്വപ്നത്തിൽ പോലും വന്നിട്ടില്ല. വെറുതെ ഇത്ര ബുദ്ധി, വെറുതെ. മഗ്തബത്തു അഹദൻ മുൻദു അലിംതു അന്നൽ ഗീബത ഹറാം. ഈ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹു ഏതായാലും എന്നെ ചോദ്യം ചെയ്യേണ്ടി വരില്ല ആഖിറത്തിൽ. കാരണം ഞാൻ ഒരാളെയും പറഞ്ഞിട്ടില്ല. ആരാ പറയണത്? ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ആ നാവ് കൊണ്ട് എടുത്ത ക്ലാസുകൾ, ആ കൈ കൊണ്ട് എഴുതിയ ഹദീസുകൾ എത്രയാ ലോകത്തിന് ഉപകാരപ്പെട്ടത്. ബുഖാരി ഇമാമിനോട് കടപ്പാടില്ലാത്ത ആരെങ്കിലും ലോകത്തുണ്ടാവോ? പണ്ഡിത ലോകത്ത് ഇത്ര തൗഫീഖ് കിട്ടുന്നത് എങ്ങനെ? ആവശ്യമില്ലാത്തതിൽ നിന്നൊക്കെ അവർ മാറി നിന്നു. ഇപ്പം പ്രായം കൂടുമ്പോൾ തന്നെ മൂത്ത മക്കളൊക്കെ കൊടുത്തേക്കുക നല്ല നല്ല ഫോണുകൾ. ദലായിൽ ഖൈറാത്തും വിർദുൽ ലത്തീഫും പിടിച്ച കരങ്ങൾ ഉപ്പാപ്പയുടെ ഉമ്മാമ്മയുടെ കരങ്ങളിൽ രാവിലെ തന്നെ പീഡനത്തിന്റെയും അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ ഒക്കെ വാർത്തകളുള്ള വീഡിയോ വരുന്ന വാട്സപ്പിന്റെ വർത്തമാനങ്ങളാ രാവിലെ തന്നെ വെറുഞ്ചായും ഈ ക്ലിപ്പും. നാളെ മറ്റന്നാൾ ഖബറിലേക്ക് പോകേണ്ട നമ്മളാണോ ഇതൊക്കെ കാണുന്നത്? മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ആവശ്യമില്ലാത്തതൊക്കെ മാറിയേക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ കരിഹ ലക്കും. നിങ്ങളിൽ നിന്ന് ഉണ്ടാവുന്ന 3 കാര്യങ്ങൾ അള്ളാഹുവിന് കടുത്ത വെറുപ്പാണ്. അള്ളാഹ്ക്ക് വെറുപ്പുള്ള ഒരു സംഗതി നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ട് ആ അള്ളാന്റെ അടുത്തേക്ക് എങ്ങനെ നമ്മൾ ധൈര്യത്തിൽ പോവുക? ഏതാണ് ഈ 3 കാര്യങ്ങൾ? ഒന്ന് കസറത്തു സുആൽ, ആവശ്യമില്ലാത്ത കുറെ ചോദ്യങ്ങൾ. കല്യാണം കഴിച്ചിട്ട് എത്ര 10 അല്ലേ? കുട്ടിയായിട്ടില്ല തീരെ. ഒരു കുട്ടിയാ? ഒറ്റ കുട്ടിയായിട്ടില്ല. എന്നൊക്കെ അസുഖമുണ്ടോ? എന്താ നമുക്ക് ഇതിനെ കൊണ്ടൊക്കെ കാര്യം? ആ കേൾക്കുന്ന മുഅ്മിന് എത്ര വേദന ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ളതിൽ മാത്രം ഇടപെടുക. ഇപ്പൊ ഒരു ഉസ്താദ് ഇവിടെ വാളിന് വന്നു എന്ന് വിചാരിക്കാം, അവിടെ ഇരിക്കുന്നു എന്നും സങ്കല്പിക്കുക. ഇന്നെന്താ വയല് പറയേണ്ടതെന്നുള്ള കോണ്ടന്റ് ആലോചിക്കായിരിക്കും ചെയ്യുന്നത് മൂപ്പര്. അപ്പൊ അടുത്ത് വെച്ച് നേരത്തെ എത്തിയ ട്രെയിനാ തിരിച്ചപ്പോഴാ? എന്താ ഇതിനെ കൊണ്ട് കാര്യം? ഇനി കുറച്ച് ദൂരത്തുനിന്ന് വന്ന വയല് പറയാൻ വന്ന ഉസ്താദാന്ന് വിചാരിക്കുക, തെക്ക് ഭാഗത്ത് നിന്നെങ്ങാനും. ആ ഉസ്താദ് ഒരു റൂം വേണം, ഒരു 1/2-3 മണിക്കൂർ ഒന്ന് കിടക്കണം, ചെറിയൊരു ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞിട്ട് റൂമിക്ക് പോയാൽ നമ്മളെ നാട്ടുകാർ വിടോ? ഉസ്താദ് റെസ്റ്റിലാണോ? അതിന്റെ അർത്ഥം റെസ്റ്റ് എടുക്കാൻ വിടൂല എന്നോ? സെൽബിന്റെ മേനക്കുള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെ? എന്താ ഇതിനെ കൊണ്ട് കാര്യം? എന്താ കാര്യം? അപ്പൊ നമ്മളെ നാവിൽ നിന്നൊരു അക്ഷരം പുറത്തേക്ക് വരുമ്പോ ആവശ്യമുള്ളത് മാത്രമായിരിക്കും. ഞാനിപ്പോ ഇവിടെ നാളെ ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കാം, ഉദാഹരണമാണ് പറയുന്നത്. നിങ്ങൾ എന്നെ കണ്ടു, ഇന്നലെ പോയില്ലേ? പോയിട്ടുണ്ട്. തിരിച്ചു വന്നതാണോ? അതെ. എന്തേ? ചെറിയൊരു ആവശ്യമുണ്ട്. പിന്നെ നിങ്ങളൊന്നും ഉണ്ടാൻ പാടില്ല. ചെറിയൊരു ആവശ്യം എന്ന് പറഞ്ഞാല് ചെറിയൊരു ആവശ്യം, അല്ല ഒന്നും ഇല്ലാണ്ട് വരില്ല. എന്താ ഇതിനെ കൊണ്ട് കാര്യം എന്നാ?
എന്താ കാര്യം? എന്താ കാര്യം? നമുക്ക് ആവശ്യമുള്ള വിഷയത്തിൽ മാത്രം ഇടപെടുക. ഗീബത്തും നമീമത്തും പറയരുത് എന്ന് മാത്രമല്ല മതം പറയണത്. എന്താ ഈ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ എന്ന് പറയുന്നതിന്റെ തർക്കുഹുമല അതിന്റെ അർത്ഥം എന്താ അർത്ഥം? അതാണ് ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. തബഖാത്തു ശാഫിഇയ്യത്തിൽ കുബറയിൽ കാണാം, ഞാൻ ഏത് കാര്യം എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലാതെ ഞാൻ ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഒരു സ്റ്റെപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, എൻ്റെ കാൽ സ്റ്റെപ്പ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നോടെങ്ങാനും എൻ്റെ ആയുഷ്കാലത്തെ ഓരോ വർത്തമാനങ്ങളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചും മോനെ ഇബ്നു ദഖീഖ ഇത് എന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ ഇല്ല അഅദത്തു ഇൻദല്ലാഹി തആല ജവാബൻ, എനിക്ക് ഉത്തരവുണ്ട് അള്ളാഹിനോട് പറയാൻ. വെറുതെ ഇങ്ങനെ നടക്കലും പിടിക്കലൊന്നുമില്ല. അപ്പൊ നമ്മൾ കിച്ചണിലേക്ക് പോകണ്ടോ? ആവശ്യമുണ്ടെങ്കിൽ പോവാ. കിൻഡർ ജോയ് എന്ന് പറയുന്ന മിഠായി എപ്പോഴും കുട്ടികളുടെ കൈ എത്തുന്നിടത്തെ സൂപ്പർ മാർക്കറ്റിൽ വെക്കുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം, ഇല്ലെങ്കിൽ വാങ്ങണ്ട. എത്ര മിഠായിയും ചോക്ലേറ്റും സ്വീറ്റ്സും നമ്മൾ വാങ്ങിയാൽ തന്നെയും ബില്ലടിക്കുന്നിടത്ത് എപ്പോഴും കുറച്ച് മിഠായി അവിടെ വെച്ചിട്ടുണ്ടാവും. അത് അവരുടെ മാർക്കറ്റിങ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങാം, ഇല്ലെങ്കിൽ വാങ്ങണ്ട. അപ്പൊ പ്രവാസികള് ടിഷ്യൂ വലിക്കുന്ന പോലെ തുരുതുരാ ടിഷ്യൂന്റെ ബോക്സ് ഒന്ന് വലിച്ചോണ്ടിരിക്കരുത്. 2 എണ്ണം വലിച്ച ആവശ്യം കഴിയും. അപ്പൊ കൈയുടെ കറിയുടെ കറയൊക്കെ തോർത്ത് 3ാമത്തെ വലിക്കുമ്പോ പാനൂര് മൂസുസ്താദിന്റെ ആണ്ടിലെ പ്രഭാഷണം ഓർമ്മിക്കുക വേണ്ടല്ലേ? അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ ശീലിച്ചു നോക്കിയേ, ബോക്സിൽ എത്ര ടിഷ്യൂ ഇനിയും ബാക്കിയുണ്ടാവും. ഞാനിത് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു ഒരു സ്ഥലത്ത് നിന്ന്. അപ്പൊ എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ചെറിയ പീസ് അത് ഒരു ടിഷ്യൂ എടുത്തിട്ട് പകുതി കീറിയിട്ട് പകുതി അടന്ന് വെച്ചിട്ട് കെയ്തോർത്തിട്ട് വെക്കാറുണ്ട്. ഞാൻ തോറ്റുപോയി. 2 എണ്ണമെങ്കിലും എടുത്ത് നിർത്തണം എന്ന് പറഞ്ഞെടുത്തുന്ന ഒരു ഓഡിയൻസിൽപ്പെട്ട ഒരാള് അങ്ങനെ പറഞ്ഞപ്പോഴേ നമ്മൾ തോറ്റുപോവാണ്. എന്തിന്? ആരെ മുമ്പിലെ ഈ ആഠ്യത്തൊക്കെ കാണിക്കുന്നത്? ആരെ മുമ്പില്? ആവശ്യമുള്ളത് മാത്രം ചെയ്യാം. നമ്മളെ നാട്ടുകാർ എന്തേലും പറയട്ടെ, ചിന്തിക്കട്ടെ. അങ്ങനെ എല്ലാ ആൾക്കാരെയും തൃപ്തിപ്പെടുത്തിയിട്ട് ഒരു കാര്യം ചെയ്യലും നടക്കൂല എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ. അപ്പൊ കസറത്തു സുആൽ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് ആരോടും. രണ്ടാമത്തത്, അള്ളാഹുവിന് വളരെ വെറുപ്പുള്ളതായി ഹദീസിൽ കാണാം, ഖീല വഖാൽ, കണ്ടതും കേട്ടതും പറയല്, ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയല്. ഉറപ്പില്ലാത്ത ഒരു കാര്യവും നമ്മൾ പറയരുത്. കിതാബിൽ കണ്ടത് മാത്രം, കേട്ടതൊന്നും പറയരുത്. അത് അത്രയും ഒതന്റിക് ആയ ആളെടുത്ത് നിന്ന് കേട്ടാൽ മാത്രം പറയാം, വേറൊന്നും നമ്മൾ പറയാൻ പാടില്ല. കഫാബിൽ മർഇ കദിബൻ, കളവ് പറയുന്നവൻ ആരാണെന്നറിയോ? ശരിക്ക് കേട്ടത് മൊത്തം പറയലെന്നെ. നിനക്കറിയോ അത്? ഇല്ല. സൂറത്തുൽ ഫാത്തിഹയുടെ 38 നേട്ടങ്ങൾ, അതിൽ 37 ശരിയാന്ന് വിചാരിച്ചോ? 1 കളവായാൽ അത് മതി ആഖിറത്തിൽ കുടുങ്ങാൻ. ഉറപ്പില്ലാത്തൊന്നും നമ്മൾ പറയരുത്. പ്രത്യേകിച്ച് മതത്തിന്റെ മസ്അലകൾ, ഹദീസുകൾ, ഖുർആനിന്റെ ആശയങ്ങൾ, നമുക്കറിയാത്തതൊന്നും പറയാൻ പാടില്ല. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമ, നിനക്ക് വിവരമില്ലാത്തൊന്നും പറയരുത്. ചില ആൾക്കാർ പാട്ടുപാടിയിട്ടോ വേറെ ഏതെങ്കിലും ആശയങ്ങളിലൂടെയോ സമൂഹത്തിന്റെ കുറച്ച് വ്യൂവേഴ്സും സബ്സ്ക്രിപ്ഷനൊക്കെ കിട്ടിയതിന് ശേഷം മെല്ലെ മതം പറഞ്ഞു തുടങ്ങുന്നത് കാണാം. പഠിച്ചിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ. മതം പഠിച്ചവർ മാത്രം മതം പറയുക, വേറെ ആരും പറയാൻ നിൽക്കരുത്. കാരണം ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്ന ഈ സുഹൃത്തിന്റെ പേരിൽ കളവ് പറയുക എന്ന് പറയുന്നത് ഹറാമാണ്, ഹറാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയാന്ന് പറയുന്നത് ഹറാമ് മാത്രമല്ല, അത് വൻദോഷാണ്. എല്ലാ ഹറാമും വൻദോഷമല്ലല്ലോ. ഇത് ഹറാം, വൻദോഷമല്ലാത്ത ഹറാം. അതിനെന്തോ ഉസ്താമാരൊക്കെ ഉമൂമ് ഖുസൂസ് മുത്തലക്ക് എന്നങ്ങനെ പറയല്. ഇത് ഹറാം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പറഞ്ഞാൽ വൻദോഷം. അങ്ങനെ റസൂലുള്ളാഹിന്റെ പേരിൽ ഒരാൾ കളവ് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നല്ലത് പറഞ്ഞാലും, ഉദാഹരണത്തിന് നബി തങ്ങൾ ഡെയിലി 25 ഖത്ത് ഓതി തീർക്കാറുണ്ട്, പച്ചക്കളവാണത്. അങ്ങനെ പറയാൻ പറ്റുമോ? ഇപ്പൊ ഔലിയാക്കളുടെ പേരിൽ ഇല്ലാത്തത് ഇങ്ങനെ പറഞ്ഞ് വീർപ്പിക്കല പരിപാടി. അതുകൊണ്ടാണ് ഈ സുന്നികൾക്ക് ശത്രുക്കൾ കൂടുന്നത്. ഉള്ളത് മാത്രം പറയാ, ഉള്ളത് മാത്രം. എനിക്ക് ആ അനുഭവം ഉണ്ടായിനോ? ഇല്ല, എനിക്കല്ല, എൻ്റെ മൂത്തമ്മ പറയുന്ന കിട്ടിയാണ്. ഉള്ളത് മാത്രം പറയുക, ഉള്ളത് മാത്രം. പ്രത്യേകിച്ച് കറാമത്തിന്റെ പേരിൽ ഇല്ലാത്തത് വ്യാജമായി പ്രചരിക്കുന്ന ഒരു കാല. ഉള്ളത് മാത്രം. നിങ്ങൾക്കറിയാം ഇസ്ലാമിലെ സൂക്ഷ്മത. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ആരാ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു? ഇങ്ങനെ ഒരു പണ്ഡിതൻ ലോകത്ത് വരുന്നുണ്ടെന്ന് എത്രയോ കാലം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ച ആളാ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. ലോകം മുഴുവനും ഇൽമു കൊണ്ട് നിറക്കുന്ന എന്റെ ഖുറൈശി കുടുംബത്തിൽ ഒരാൾ വരുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചതാ. ആ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കേൾക്കണേ, ആ ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്നാണോ ചൊല്ലേണ്ടത്, റഹിമഹുല്ലാ എന്നാണോ ചൊല്ലേണ്ടത്? പണ്ഡിതന്മാര് ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം റളിയല്ലാഹു അൻഹു എന്നുള്ളത് സ്വഹാബത്തിനെ കുറിച്ചല്ലേ ഖുർആനിൽ പറഞ്ഞത്. അപ്പൊ അത് അവർക്ക് മാത്രം ഉള്ളതാണോ? പിൽക്കാലത്ത് സ്വാലിഹീങ്ങൾ വരുമ്പോ അവർക്ക് റളിയല്ലാഹു അൻഹു ചൊല്ലാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചർച്ചയുണ്ട് പണ്ഡിതന്മാർക്ക്. പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ചൊല്ലാം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലാം. എന്നാൽ പോലും പണ്ഡിതന്മാര് ചർച്ച ചെയ്യാണ് എന്ത്? റളിയല്ലാഹു അൻഹു എന്നുള്ളത് സ്വഹാബത്തിനുള്ളതല്ലേ ഖുർആൻ പറഞ്ഞത് അല്ലേ? അപ്പോൾ പിന്നെ അതിൽ ഒതുക്കേണ്ടതാണോ? മഹാന്മാരായ ഇമാമിങ്ങൾക്ക് അത് ചൊല്ലാൻ പറ്റുമോ ഇല്ലയോ? അത്രയും സൂക്ഷ്മതയുള്ളവരാ നമ്മളെ മഹാന്മാര്. എന്നിട്ടല്ലേ ഇല്ലാത്തത് ഇങ്ങനെ പറയാ, ഇല്ലാത്തത് ഇങ്ങനെ പറയും. ഇപ്പോഴത്തെ പുതിയൊരു മാർക്കറ്റിംഗ് എന്താന്ന് വെച്ചാൽ, ഞാൻ വലിയാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നാട്ടുകാർ അംഗീകരിക്കാത്തതുകൊണ്ട് തന്നെ വലിയാണെന്ന് നാട്ടുകാർ അംഗീകരിച്ചവരുടെ ഏറ്റവും അടുത്ത ആളാണ് എന്ന് പറയലാണ് പുതിയ മാർക്കറ്റിംഗ്. ഇപ്പോൾ അതിലൊന്നും നമ്മൾ പെട്ടുപോകരുത്, അതിലൊന്നും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ഇസ്ലാമിന്റെ റൂട്ട് വളരെ കൃത്യമാണ്. ഇല്ലാത്തതൊന്നും പറയരുത്. ഖീല വഖാൽ, കണ്ടതും കേട്ടതും പറയരുത്, കിട്ടിയത് മൊത്തം ഷെയർ ചെയ്യരുത്. നമ്മളൊരു ഗ്രൂപ്പിൽ ഒരു വോയിസ് അയക്കുമ്പോൾ, ഒരു ടെക്സ്റ്റ് അയക്കുമ്പോൾ, ഒരു വീഡിയോ അയക്കുമ്പോൾ, ഒരു ഇമേജ് നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ അത് സത്യസന്ധമായിരിക്കണം. നമുക്ക് 100% ഉറപ്പ് കിട്ടിയിരിക്കണം. ഞാനായിരിക്കണം ആ ഗ്രൂപ്പിൽ ഫസ്റ്റ് അത് ഇടുന്നത്, അതുകൊണ്ട് നാളെ ഹർത്താൽ എന്നൊന്നും നമ്മൾ നിൽക്കരുത്. നാളെ പൊതു അവധി, അല്ലെങ്കിൽ നാളെ സ്കൂളില്ല, കലക്ടർ, ഇങ്ങനെ വെറുതെ നിൽക്കരുത്. ആ പരിപാടിയൊന്നും നമ്മൾ ചെയ്യരുത്. ഉറപ്പുള്ളത് മാത്രം ചെയ്യും.